വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി ക്ലാസ്സസ്. സോ APP സിലബസിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ജൂറിസ്പ്രുഡൻസ്. സോ ജൂറിസ്പ്രുഡൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. സോ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ടേം എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണം. സോ ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് മിക്കവാറും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ ടേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ജൂറിസ്. Juris means law and prudentia means knowledge or wisdom, and the term jurisprudence means knowledge of law. So ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ലാറ്റിൻ ടേമിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ജൂറിസ് എന്ന് പറയുന്നത് ലോ ആൻഡ് പ്രുഡൻഷ്യ എന്ന് പറയുന്നത് നോളജ് ഓർ വിസ്ഡം. സോ ടുഗദർ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോളജ് ഓഫ് ലോ. ഓക്കെ, സോ വൈ വി സ്റ്റഡി ജൂറിസ്പ്രുഡൻസ്? എന്തുകൊണ്ടാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് പഠിക്കേണ്ട ഒരു ആവശ്യം? സോ അതെന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ആണ്. വാട്ട് ഈസ് ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ വാട്ട് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് മൊറാലിറ്റി. സോ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ജൂറിസ്പ്രുഡൻസിൽ അത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം, നോക്കാതെ പോകരുത്. ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ജസ്റ്റ് നമുക്ക് എല്ലാവരുടെയും നോക്കാൻ നമുക്ക് പറ്റത്തില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവാം. സാൽമന്റ്, jurisprudence is the first principles of civil law. ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ആണ്. ഈ പ്രാവശ്യത്തെ നെറ്റിന്റെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സാൽമണ്ട് എന്ന് പറഞ്ഞാൽ jurisprudence is the science of first principles of civil law. The next എന്ന് പറഞ്ഞാൽ ഹോളണ്ടിന്റെ ആണ്. ഹോളണ്ട് എന്ന് പറഞ്ഞാൽ jurisprudence is the ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. അത് ഹോളണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. ദെൻ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ആണ് ഉൽപ്പേന്റെ ഡെഫിനിഷൻ. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഉൽപ്പേന്റെ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോളജ് ഓഫ് തിങ്സ് ഇസ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ ആൻഡ് ദ സയൻസ് ഓഫ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്. ഇതിങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ടുവന്ന് ഉൽപ്പേനാണ്. ഹ്യൂമൻ ആൻഡ് ഡിവൈൻ ആൻഡ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ഇത്ര ഓർത്താൽ മതി, അത് ഉൽപ്പേനാണ്. ദെൻ കീറ്റൺ, ടു attempt to establish a single satisfactory definition of law is to seek to confine jurisprudence with a straight jacket from which it is continually striving to escape. നമുക്ക് എന്താണ് ലോ എന്ന് പറയാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താണ്, അതൊരു നമ്മൾ സ്ട്രെയിറ്റ് ജാക്കിൽ അതിനെ കൺഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതിന് തുല്യമാണ്. വിച്ച് ഈസ് കണ്ടിന്യൂലി സ്ട്രൈവിംഗ് ടു എസ്കേപ്പ്. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ടത് കിറ്റോൺ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. സാൽമന്റെ ഡെഫിനിഷൻ, ഹോളണ്ട് ഡെഫിനിഷൻ, ഉൽപ്പേന്റെ ഡെഫിനിഷൻ, കീറ്റോൺ ഡെഫിനിഷൻ. ആൻഡ് അനദർ ഡെഫിനിഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ജൂറിസ്പ്രുഡൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഓസ്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ law is a rule laid on for the guidance of an intelligent being by an intelligent being. Okay, ഒരു ഇന്റലിജന്റ് ബീയിന് മറ്റൊരു ഇന്റലിജന്റ് ബീയിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ്, ഒരു റൂളാണ് ലോ എന്ന് പറഞ്ഞാൽ. സോ ജൂറിസ്പ്രുഡൻസ് ഇസ് എ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സോവറിൻ മറ്റൊരു ഇന്റലിജന്റ് ബീയിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റൂളാണ് ലോ എന്ന് പറഞ്ഞാൽ. കമാൻഡ് ഓഫ് ദി സോവറിൻ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ കമാൻഡ് ഓഫ് ദി സോവറിൻ ആണ് ലോ എന്ന് പറഞ്ഞാൽ. കമാൻഡ്, command of the sovereign. Then C.K. Allen, jurisprudence is a scientific synthesis of essential principles of law. അലന്റെ ഓർത്തിരിക്കുക. അലൻ എന്ന് പറഞ്ഞാൽ മിക്ക എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ് അലൻ. അപ്പൊ അലന്റെ ഡെഫിനിഷൻസും അങ്ങനെ തന്നെയാണ്. സോ എന്തെങ്കിലും ക്രിറ്റിസിസം ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ അലൻ ഉണ്ടെങ്കിൽ അലന്ന് ചടിക്കര എഴുതണമെന്നല്ല. മിക്ക എല്ലാ ക്രിറ്റിസിസവും അലന്റെ ക്രിറ്റിസിസം ആണ്. ദെൻ jurisprudence is the scientific synthesis of the essential principles of law. Then Julius Stone, at another important definition ആണ് Julius Stone എന്ന് പറഞ്ഞാൽ lawyer's extraversion. അതാണ് jurisprudence is the lawyer's extraversion. It is a lawyer's examination of precepts, ideals, techniques of law in the light of derived from present knowledge and disciplines other than the law. അതായത് ലോ ഒരു ഡിഫൈൻഡ് പ്രിൻസിപ്പിൾ, ലൈക്ക് എന്താ പറയുക, ഒരു ഡെഫിനിഷൻസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഇറങ്ങി എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക, പലതരത്തിലുള്ള എങ്ങനെ ആ ലോ വന്നു അതിന്റെ ഹിസ്റ്ററി നോക്കുക, എങ്ങനെ ആ ലോ സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും അത് ചേഞ്ചസ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ലോയെ പറ്റി പല കാര്യങ്ങൾ പഠിക്കുക. അതിനെയാണ് പുള്ളി ലോ എന്ന് പറയുന്നത്. ജൂറിസ്പ്രുഡൻസ് ഇസ് ലോയേഴ്സ് എക്സ്ട്രാവേർഷൻ എന്നൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ദെൻ റോസ്കോ പൗണ്ട്, jurisprudence is a science of law using the term law in the juridical sense as denoting the body of principles recognized or enforced by public and regular tribunals in the administration of justice. ഇത് പൗണ്ടിന്റെ ഡെഫിനിഷൻ അനുസരിച്ച്, പക്ഷെ പൗണ്ടിന്റെ ഈ ഡെഫിനിഷൻസിലേക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് പൗണ്ടിന്റെ തിയറിയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. നമ്മൾ സ്കൂൾസ് പറയുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. സോഷ്യൽ എഞ്ചിനീയറിംഗ് പൗണ്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. സോഷ്യൽ എഞ്ചിനീയറിംഗ്
ഓക്കെ, പുള്ളി സോഷ്യോളജിക്കൽ സ്കൂളിൽ ഉൾപ്പെട്ട ഒരാളാണ്, അതുകൊണ്ടാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ദെൻ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. അപ്പൊ ഡെഫിനിഷൻസ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓസ്റ്റിന്റെ ഡെഫിനിഷൻ, സാൽമന്റെ ഡെഫിനിഷൻസ്, കീറ്റോന്റെ ഡെഫിനിഷൻസ്, ഉൽപ്പിന്റെ ഡെഫിനിഷൻസ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അത് എന്തായാലും ഉറപ്പായിട്ടും നോക്കാതെ പോകരുത്. സാൽമന്റെ ഓസ്റ്റിന്റെ ഒക്കെ ഡെഫിനിഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡെഫിനിഷൻസ് ആണ്, ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം. ദെൻ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നാച്ചുറൽ സ്കൂൾ ആണ്. നാച്ചുറൽ സ്കൂളിനെ പറ്റി അറിയാം, ലോ ഇസ് ഡിവൈൻ, അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്കൽ ഒന്നിനെ പറ്റി ഒരു ബന്ധമില്ലാത്ത ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ലോ. അത് തന്നെ ഒക്കെ ഓർത്തിരിക്കുക. സോ ഡിവൈൻ, അതാണ് നാച്ചുറൽ ലോ വിശ്വസിക്കുന്നത്. ഇല്ല മെയിൻ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാല് okay, law is based on reason, morality and justice. Okay, and the main thinkers എന്ന് പറഞ്ഞാൽ ഗ്രോഷ്യസ്, ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ, സ്റ്റെയിംലർ ആൻഡ് കോഹ്ലർ, H.L.A. ഹേർട്ട്. ഇതില് H.L.A. ഹേർട്ടിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെയിംലർ എപ്പോഴും ചോദിക്കുന്നതുമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹുഗോ ഗ്രോഷ്യസ് എന്ന് പറഞ്ഞാല്, ഹുഗോ ഗ്രോഷ്യസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നൊരു തിയറിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കൊണ്ടുവന്നത് ഗ്രോഷ്യസ് ആണ്. സോഷ്യൽ കോൺട്രാക്ട്, ഓക്കെ, social contract theory. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, അതായത് നമ്മുടെ ചില ഒരു ഇൻ കേസ് സോവറിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതോറിറ്റി ആണെന്ന് വെച്ചാൽ, നമ്മൾ ആ അതോറിറ്റിക്ക് മുന്നിൽ നമ്മുടെ അവർ തമ്മിൽ, നമ്മളും ആ ഇൻഡിവിജ്വലും ആ ഒരു അതോറിറ്റിയും തമ്മിൽ എന്താണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇപ്പൊ ലൈക്ക് നമ്മുടെ റൈറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സറണ്ടർ ചെയ്യുമ്പോൾ അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു കോൺട്രാക്ട്. ഓക്കെ, അതാണ് സോഷ്യൽ കോൺട്രാക്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഹോബ്സ് എന്ന് പറയുന്നത് അബ്സൊല്യൂട്ടിസത്തിന്റെ ആളാണ്. അതിൽ നമ്മൾ എന്താണ്, നമ്മുടെ എല്ലാ റൈറ്റും എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അതോറിറ്റിക്ക് സറണ്ടർ ചെയ്യുന്നുണ്ടെന്നാണ് ഹോബ്സ് പറയുന്നത്. അബ്സൊല്യൂട്ടിസം, അത് ഓർത്തിരിക്കുക. അബ്സൊല്യൂട്ടിസത്തിന്റെ ആളാണ് ഹോബ്സ് എന്ന് പറയുന്നത്. ഞാൻ എടുത്തു പറയാം, നമ്മൾ ആക്ച്വലി ഈ പറയുന്ന ടേംസ് എങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഹുഗോ ഗ്രോഷ്യസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോൺട്രാക്ട് തിയറിയാണ്. അതുപോലെ തന്നെ ഹോബ്സ് എന്ന് പറയുന്ന അബ്സൊല്യൂട്ടിസത്തിന്റെ ആളാണ്. അതായത് സറണ്ടറിങ് ഓൾ ദ റൈറ്റ്സ് ടു എ സോവൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റിക്ക് മുന്നിൽ നമ്മളെന്താണ് നമ്മുടെ എല്ലാ റൈറ്റ്സും നമ്മൾ സറണ്ടർ ചെയ്യുന്നു, എന്നിട്ട് അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ജോൺ ലോക്ക് പറയുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സറണ്ടർ ചെയ്യുന്നില്ല. ചില റൈറ്റ്സ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് റൈറ്റ് ടു ലിബർട്ടി, അങ്ങനെ ചില റൈറ്റ്സ് എന്ത് ചെയ്യുന്നു നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നതാണ് ലോക്ക് പറഞ്ഞത്. ലോക്കിനെ കുറിച്ച് വേറൊരു കാര്യം കൂടെ നിലനിൽക്കുക, ജസ്റ്റിസ്, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അങ്ങനെ ജസ്റ്റിസിന്റെ റോൾസ്, ലോക്കൊക്കെ ജസ്റ്റിസിന്റെ ആൾക്കാരാണ്. റോൾസിനെ കുറിച്ച് പറയുവാണെങ്കിലാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ലോക്ക് ഓർക്കുക. ദെൻ റൂസോല് പറയുന്നത് ജനറൽ വില്ലിനെ പറ്റിയാണ്. റൂസോ പറയുന്നത് ജനറൽ വിൽ. ഓക്കെ, ഞാൻ ഈ ടേംസ് മാത്രം എടുത്തു പറയുന്നത്, ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തോ ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജനറൽ വിൽ, റൂസോ. ജനറൽ വിൽ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ, നമ്മളൊരു ഹോളായിട്ടാണ്, അതല്ല ഒരു സിംഗിൾ അതോറിറ്റിയിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് സറണ്ടർ ചെയ്യുന്നത് ഒരു ഹോൾ കമ്മ്യൂണിറ്റിയിലായിട്ടാണ്. അതിനാണ് പുള്ളി ജനറൽ വിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ലോക്കിലൊക്കെ ഒരു അതോറിറ്റിക്ക് മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ ജനറൽ വില്ലിൽ റൂസോ പറയുന്നത് നമ്മൾ ഒരു സിംഗിൾ അതോറിറ്റിക്കല്ല, എന്താണ് ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റൈറ്റ്സ് എല്ലാം സറണ്ടർ ചെയ്യുന്നത്. ദെൻ സ്റ്റേംലർ ഓർത്തിരിക്കുക, നാച്ചുറൽ ലോ വിത്ത് വേരിയബിൾ കണ്ടന്റ്, ഇങ്ങനെ ഒരു ടേം തന്നെ പഠിച്ചു വെക്കുക. നാച്ചുറൽ ലോ വിത്ത് വേരിയബിൾ കണ്ടന്റ്. ഓക്കെ, വേരിയബിൾ കണ്ടന്റ്. സ്റ്റേംലർ നാച്ചുറൽ ലോ വിത്ത് വേരിയബിൾ കണ്ടന്റ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ടൈം പ്ലേസ് അനുസരിച്ച് എന്താ ലോയ്ക്ക് ചേഞ്ചസ് വരാം. വേരിയബിൾ കണ്ടന്റ്, നാച്ചുറൽ ലോ വിത്ത് വേരിയബിൾ കണ്ടന്റ്. ദെൻ കോഗ്ലറിലേക്ക് വരുവാണെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട്. മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് ആണ്. ഓക്കെ, കണ്ടക്ട്, അതായത് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളൊരു ഇവിടെ ഇൻഡിവിജ്വൽസിൽ ചില ഫോഴ്സ് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ചില ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതൊരു നമ്മൾ എന്താണ് ഒരു ഇൻഡിവിജ്വൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് എടുക്കുകയാണ്. അതിനാണ് പറയുന്നത് മിനിമം കണ്ടക്ട്. അതാണ് ലോ ഇസ് എ ഒരു മിനിമം കണ്ടക്ട് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് ആണെന്ന് പറയുന്നതാണ് കോഗ്ലർ എന്ന് പറഞ്ഞാല്. ഇനി H.L.A. ഹേർട്ടിലേക്ക് വരികയാണെങ്കിൽ, ഹേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും സർവൈവലിൽ വിശ്വസിക്കുന്ന ആളാണ്. പുള്ളിയുടെ എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈക്ക് എന്താ പറയുന്ന ഒരു ഇതാണ് റൂൾസ് എന്ന് പറയുന്നത്. അതായത്
പ്രൈമറി ആൻഡ് സെക്കൻഡറി റൂൾസ്. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട HLA ഹേർട്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടേം ആണിത്, പ്രൈമറി സെക്കൻഡറി റൂൾസ്. ഒരു ലീഗൽ സിസ്റ്റത്തിൽ എന്താ ഒരു പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി റൂൾസ് ഉണ്ടായിരിക്കും. പ്രൈമറി എന്താ പറയുക റൂൾസ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് അങ്ങനെയായിരിക്കും. സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞാൽ പവർ കൺഫറിംഗ് റൂൾസ് ആയിരിക്കും. അതായത് ലൈക്ക് IPC ആണ് നമ്മൾ ഇൻ കേസ് പ്രൈമറി റൂൾസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പവർ കൺഫറിംഗ് റൂൾസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും ഫോർ എക്സാമ്പിൾ. ഓക്കെ, ആൻഡ് ദെൻ HLA ഹേർട്ടിൽ ഇവിടെ പറയുന്ന നാച്ചുറൽ ലോയില് പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞാൽ മിനിമം കണ്ടന്റ്. ഓക്കെ, മിനിമം കണ്ടന്റ് ഓഫ് നാച്ചുറൽ ലോ സ്ഥലമില്ലൂടെ മിനിമം കണ്ടന്റ് ഓഫ് നാച്ചുറൽ ലോ. ഇത് എപ്പോഴും ഒരു അവിയിൽ വരുവാണ്, പക്ഷെ നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആരുടെയെങ്കിലും ഒക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഹുഗോ ഗ്രോഷ്യസ് എന്ന് ചോദിക്കുമ്പോൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി, ഹോബ്സിൽ അബ്സൊല്യൂട്ടിസം ആണ്. നമ്മൾ ഫുൾ റൈറ്റ് എന്ത് ചെയ്ത് സറണ്ടർ ചെയ്യുന്ന കാര്യമാണ് നാച്ചുറൽ ലോയിൽ ഹോബ്സ് പറയുന്നത്. ലോക്കിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഫുള്ള് സറണ്ടർ ചെയ്യുന്നില്ല, കുറച്ചൊക്കെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. റൂസോയുടെ കാര്യമാണെങ്കിൽ അവിടെ ജനറൽ വില്ലിനെ പറ്റിയാണ് പറയുന്നത്. ജനറൽ വില്ല് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ആയിട്ടായിരിക്കും സറണ്ടർ ചെയ്യുന്നത്. ലൈക്ക് എന്തൊരു സിംഗിൾ അതോറിറ്റിക്കല്ല, ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റൈറ്റ്സ് എല്ലാം സറണ്ടർ ചെയ്യുന്നത്. അതാണ് ജനറൽ വില്ല് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേംലർ വേരിയബിൾ കണ്ടന്റ്, നാച്ചുറൽ ലോ വിത്ത് വേരിയബിൾ കണ്ടന്റ്. ആ ടേം തന്നെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. കോഗ്ലറിലേക്ക് വരുവാണെങ്കിൽ മിനിമം കണ്ടക്ട് ഓഫ് നാച്ചുറൽ ലോ. ദെൻ HLA ഹേർട്ടിലേക്ക് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട് കോഗ്ലർ. ദെൻ HLA ഹേർട്ടിലേക്ക് വേണമെങ്കിൽ മിനിമം കണ്ടന്റ് ഓഫ് നാച്ചുറൽ ലോ. അതായത് ഒരു സർവൈവൽ, അതായത് എപ്പോഴും നമ്മുടെ ഹ്യൂമൻ ഗോൾ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സർവൈവൽ ആണ്. ആ സർവൈവൽ അങ്ങനെ എന്ത് ചെയ്യണം, നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ലൈക്ക് എന്താ പറയുക ഇങ്ങനെ മുന്നോട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടന്റ്, ഒരു മിനിമം കണ്ടന്റ് ഓഫ് ലോ ഉണ്ടായിരിക്കണം. അതിനെയാണ് പുള്ളി മിനിമം കണ്ടന്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഹാർട്ട് ഫുള്ളർ കോൺട്രവേഴ്സി ഭയങ്കര ഫേമസ് ആണ്. ഫുള്ളർ എന്ന് പറയുന്നതും ഫുള്ളറിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നർ മൊറാലിറ്റി ഓഫ് ലോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ആ ടേമും ഇന്നർ മൊറാലിറ്റി ഓഫ് ലോ. ഇത് ഫുള്ളർ ആണ്. ഫുള്ളർ അങ്ങനെ ഒരിക്കലും പറയുക ഇന്നർ മൊറാലിറ്റി, ഇങ്ങനെ ഓർത്തിരിക്കുക. ഹാർട്ട് ഫുള്ളർ കോൺട്രവേഴ്സി ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. ഇന്നർ മൊറാലിറ്റി ഓഫ് ലോ ആൻഡ് മിനിമം കണ്ടന്റ് ഓഫ് ലോ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഹാർട്ട് ഫുള്ളർ കോൺട്രവേഴ്സി എന്തിനെ പറ്റിയാണ്, ഇന്നർ മൊറാലിറ്റി ഓഫ് ലോ. ദെൻ ലോ നമ്മുടെ മിനിമം കണ്ടന്റ് ഓഫ് ലോയെ പറ്റിയാണ്. ഇത് ഓർത്തിരിക്കുക. അപ്പൊ നാച്ചുറൽ സ്കൂൾ ഏകദേശം സെറ്റായി. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അനലിറ്റിക്കൽ സ്കൂളിലേക്ക് വരുവാണെങ്കിൽ ലോ ഇസ് എ കമാൻഡ് ഓഫ് ദ സോവറിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ വാട്ട് ദ ലോ നൗ, അതായത് ഇപ്പൊ എന്താണ് ലോ, അതാണ് അനലിറ്റിക്കൽ സ്കൂൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ലോ എന്തുകൊണ്ട് അത് വാലിഡ് ആവുന്നു, അതൊരു സോവറിൻ എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ലോ വാലിഡ് ആണ്. ഓക്കെ, അത് അതുപോലെ തന്നെ എന്താണ് നിലവിൽ എന്താണ് ലോ, അതാണ് അനലിറ്റിക്കൽ സ്കൂളിൽ ഡീൽ ചെയ്യുന്നത്. സോ ലോ ഇസ് എ കമാൻഡ് ഓഫ് ദി സോവറിൻ. ലോ എന്ന് പറയുന്നത് സോവറിന്റെ കമാൻഡ് ആണ്. ആൻഡ് ഇമ്പോർട്ടന്റ് തിങ്കർ ആണ് ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് അനലിറ്റിക്കൽ സ്കൂൾ ആണ് ജോൺ ഓസ്റ്റിൻ ആൻഡ് ജെർമി ബെന്താം കെൽസൺ. ഓക്കെ, അപ്പം ജോൺ ഓസ്റ്റിന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചു. എന്താണ് ഈ പറഞ്ഞ സാങ്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ് ഓഫ് ദി സോവറിൻ ആണ് ലോ. അതായത് അനലിറ്റിക്കൽ സ്കൂളിന്റെ ഫാദർ ആണ് ഓസ്റ്റിൻ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ലോ പുള്ളി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോ പ്രോപ്പർലി സോ കോൾഡ് ആൻഡ് ലോ ഇംപ്രോപ്പർലി സോ കോൾഡ്. ആൻഡ് ലോ പ്രോപ്പർലി സോ കോൾഡ് ആണ് നമ്മുടെ ഈ സോവറിൻ, അതായത് സോവറിൻ ഇഷ്യൂ ചെയ്യുന്ന ലോസിനെ പറ്റി പറയുന്നത് ലോ പ്രോപ്പർലി സോ കോൾഡിനാണ്. ലോ ഇംപ്രോപ്പർലി സോ കോൾഡില് എവിടെ എഴുതാ, ലോ ഇംപ്രോപ്പർലി സോ കോൾഡിലാണ് ബാക്കി ലോസ് ഒക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് മൊറാലിറ്റി ആണെന്നാണ് ഈ ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇന്റർനാഷണൽ ഒരു പോസിറ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, ജോൺ ഓസ്റ്റിൻ ആണ്. ജോൺ ഓസ്റ്റിൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, അത് ഇംപ്രോപ്പർലി സോ കോൾഡ് ആണ്. ലൈക്ക് എന്താ പറയുക, അതിനൊരു അതോറിറ്റി ഇല്ല സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അത് ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആരുമില്ല. അപ്പൊ എന്താണ്, അതുകൊണ്ടാണ് എന്നെ എന്തൊരു പോസിറ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സോവറിൻ ഉണ്ടാക്കിയ ലോ ഒന്നും അല്ല അത്, അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. ദെൻ ജെർമി ബെന്താം എന്ന് പറഞ്ഞാല് പുള്ളി ഒരു യൂട്ടിലിറ്റേറിയൻ ആണ്. ഓക്കെ, സ്പെല്ലിംഗ് നിങ്ങൾ ഊഹിച്ചെടുത്തോണം, ഏകദേശം ഇതുപോലൊക്കെ വരും. ഓക്കെ, യൂട്ടിലിറ്റേറിയൻ. ഓക്കെ, ഇതില്
ബന്ധമും ഇഹറിങ്ങും ഒരു യൂട്ടിലിറ്റേറിയൻസ് ആണ്. ലൈക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇഹറിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. അത് സോഷ്യോളജിക്കൽ സ്കൂളിൽ വരുന്നതാണ് ഇഹറിങ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. യൂട്ടിലിറ്റേറിയൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബന്ധം എഴുതിയാലോ അത് തെറ്റില്ല. പക്ഷെ എടുത്ത് സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അത് ഇഹറിങ് എഴുതിയിരിക്കണം. കാരണം ഇഹറിങ് ആണ് സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ. കാരണം അവിടെ സൊസൈറ്റീസ് ഇൻട്രസ്റ്റ് ആണ് ഇഹറിങ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണ്. ബന്ധം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് പിന്നെ ഗ്രേറ്റസ്റ്റ് നമ്പർ, പ്ലഷർ ആൻഡ് പെയിന്റെ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പ്ലഷർ, പെയിൻ, അതാണല്ലോ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ മെയിൻ. പ്ലഷർ ആൻഡ് പെയിൻ, അതുപോലെ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ, ഇതെല്ലാം ബന്ധമിന്റെയാണ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ബന്ധം? ഓക്കെ, ബന്ധം, ഓക്കെ, ഓസ്റ്റിൻ, ബന്ധം, ദെൻ കെൽസൺ. ഓക്കെ, ബന്ധമിന്റെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. നിങ്ങൾ യൂട്ടിലിറ്റേറിയനിസം ആര് ചോദിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണത് ബന്ധമിന്റെ. ദെൻ ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ. അത് ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ, അത് ഞാൻ എന്തോ മറന്ന പോലെ. ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്. ഓക്കെ, ഇത് ബന്ധമിന്റെ ബുക്കാണ്. ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ. ഓസ്റ്റിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓസ്റ്റിന്റെ ആണ് പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ. ബന്ധമിന്റെ ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ, ഇത് ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സെൻസോറിയൽ, അതുപോലെ തന്നെ എക്സ്പോസിറ്റോറിയൽ ലീഗൽ സിസ്റ്റം, അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോ എങ്ങനെയാണ്, ലോ ഓട്ട് ടു ബി, ആ ഒരു രീതിയിലാണ് ബന്ധം ഉദ്ദേശിച്ചത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡിവിഷൻ മാത്രം ഓർത്തിരിക്കുക. സെൻസോറിയൽ ആണെങ്കിൽ എക്സ്പോസിറ്റോറിയൽ. ഓക്കെ, രണ്ടായിട്ട് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ കെൽസണിലേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കുക. അപ്പൊ ഓസ്റ്റിന് ജെർമി ബന്ധം. ഓക്കെ, അവര് അനലിറ്റിക്കൽ ബന്ധം കണ്ട് നിങ്ങൾ ആരും ഹിസ്റ്റോറിക്കൽ, ഒരുപാട് പേര് എപ്പോഴും തെറ്റുപറ്റുന്നതാണ്. ഹിസ്റ്റോറിക്കൽ സ്കൂളിലല്ല, അനലിറ്റിക്കൽ സ്കൂളിലാണ് ബന്ധമുള്ളത്. ഓസ്റ്റിൻ ബന്ധം. നെക്സ്റ്റ് കെൽസൺ ആണ്. കെൽസണിലേക്ക് പറയുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കെൽസന്റെ ഓർത്തിരിക്കേണ്ടത് പ്യോർ തിയറി ഓഫ് ലോ. കെൽസന്റെ പ്യോർ തിയറി ഓഫ് ലോ. ഈ പ്യോർ തിയറി ഓഫ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ലോ അല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നത് കെൽസൺ റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പ്യോർ തിയറി ഓഫ് ലോ, കെൽസൺസ് പ്യോർ തിയറി ഓഫ് ലോ. ഓക്കെ, ലോ അല്ലാത്തതെല്ലാം ലൈക്ക് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാത്തിനെയും എന്ത് ചെയ്തിരിക്കുന്നു, കെൽസൺ റിജക്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്ന. വേറെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും എന്ത് ചെയ്യുന്നില്ല, കെൽസൺ കൺസിഡർ ചെയ്യുന്നില്ല. ലോ അല്ലാത്തതൊന്നും എന്താണ് കെൽസൺ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ബാക്കിയെല്ലാം റിജക്ട് ചെയ്യണം. അതാണ് പ്യോർ തിയറി ഓഫ് ലോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കെൽസന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഗ്രണ്ണമാണ്. ഗ്രണ്ണം ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രണ്ണോമാണ്. അതായത് ലോ ഈസ് എ ഹയറാർക്കി ഓഫ് നോംസ് ആണ്. ലോ എന്ന് പറയുന്നത് ഹയറാർക്കി ഓഫ് നോംസ് ആണ്. അതിൽ സുപ്രീം നോം അല്ലെങ്കിൽ സൂപ്പർ നോം എന്ന് പറയുന്നത് ഗ്രണ്ണോമാണ്. അതൊരു ലീഗൽ സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതാണ് ഗ്രണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്യോർ തിയറി ഓഫ് ലോ, കെൽസന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്യോർ തിയറി ഓഫ് ലോ. ഈ ഗ്രണ്ണം എന്ന് ഉദ്ദേശിക്കുന്ന ഇഫ് ഓതറൈസേഷൻ, പെർമിഷൻ, ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ ആ നോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. കെൽസന്റെ ഇമ്പോർട്ടന്റ് ആണ് പ്യോർ തിയറി ഓഫ് ലോ. ദെൻ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഇതെന്ന് പറഞ്ഞാല് ഗ്രണ്ണോമിന്റെ കാര്യം. അതുപോലെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ എഫിക്കസി വെച്ചിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എഫിക്കസി. ദെൻ പിന്നെ ഒരു കാര്യം കൂടെ കെൽസൺ നിങ്ങൾ ഓർത്തിരിക്കുക, ഡീസൈക്ലോജൈസ്ഡ് കമാൻഡ്. ഡീസൈക്ലോജൈസ്ഡ് കമാൻഡ്സ്, അതായത് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം ഒരു ഇൻഡിവിജ്വൽ എന്താ നമ്മളിങ്ങനെ അടിച്ചമർത്തപ്പെട്ട അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല. അതാണ് ഇവിടെ ഡീസൈക്ലോജൈസ്ഡ് കമാൻഡ്സ് കൊണ്ട് കെൽസൺ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, ഡീസൈക്ലോജൈസ്ഡ് കമാൻഡ്സ്, അതും കെൽസന്റെ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പം ഗ്രണ്ണം, അതുപോലെ പ്യോർ തിയറി ഓഫ് ലോ, ദെൻ ഡീസൈക്ലോജൈസ്ഡ് കമാൻഡ്. ഓക്കെ, എന്തോ ഒരു വിട്ടോ. ഓക്കെ, ഡീസൈക്ലോജൈസ്ഡ് കമാൻഡ്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കെൽസനെ പറ്റി. ഓക്കെ, ദെൻ ഹിസ്റ്റോറിക്കൽ. ഞാൻ ഓൾറെഡി നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദ നോട്ട്സ്. ഞാൻ ആ സിമ്പിൾ ആയിട്ട് ആ ഡെഫിനേഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് അതെല്ലാം നിങ്ങൾ വായിച്ചിട്ട് പോകണം. ദെൻ ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ പറ്റി പോകണമെങ്കിൽ ലോ എങ്ങനെയാണ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, അതായത് എങ്ങനെ ലോ നിലവിൽ വന്നു, അതിന്റെ ഒരു ഹിസ്റ്ററി, അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ പറയുന്നത്. ലോ ഡെവലപ്സ് ത്രൂ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാവിഗ്നി, മൊണ്ടസ്ക്യൂ, പുച്ച്ത ആൻഡ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. സാവിഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വോൾഗീസ് തിയറിയെ പറ്റിയാണ്. എല്ലാ എക്സാമിനും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വോൾഗീസ് തിയറി ആരുടെയാണ്? അത്
സാവിഗ്നിയുടെയാണ്. സാവിഗ്നി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേറൊരു പേര് കൊണ്ടും സാവിഗ്നിയെ എല്ലാരും ഓർത്തിരിക്കുന്നുണ്ട്. ഡാർവിനിസം ബിഫോർ ഡാർവിൻ. ഓക്കെ, ഡാർവിനിസം ബിഫോർ ഡാർവിൻ. ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നു. സ്പെല്ലിംഗ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം വോൾഗീസ് തിയറി ഓർത്തിരിക്കുക. അതുപോലെ ഡാർവിനിസം ബിഫോർ ഡാർവിൻ, അതായത് ഡാർവിന് മുന്നേ ഒരു ഡാർവിൻ, അതാണ് ഉദ്ദേശിക്കുന്നത് സാവിഗ്നിയെ പറ്റി. അതുപോലെ തന്നെ ഈ വോൾഗീസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കോമൺ കോൺഷ്യസ്നെസ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, അല്ലാണ്ട് എന്താണ് കമാൻഡോ മറ്റൊന്നും അല്ല. കോമൺ കോൺഷ്യസ് ഓഫ് പീപ്പിൾ ആണ് ഈ പറയുന്ന ലോ എന്നാണ് സാവിഗ്നി പറയുന്നത്. അതുപോലെ ലോയ്ക്ക് ഒരു നാഷണൽ ക്യാരക്ടർ ഉണ്ട്, ലൈക്ക് ലാംഗ്വേജ് എന്ത് ചെയ്തു അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് അതിന്റെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ആ ലോയും അതുപോലെ നശിച്ചു പോകും. അതാണ് ഉദ്ദേശിക്കുന്നത് സാവിഗ്നി. ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ് സാവിഗ്നിയുടെ. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം സാവിഗ്നി ഡെഫിനേഷൻസ് എല്ലാം. ഇത്ര ഓർത്തിരിക്കുക, വോൾഗീസ് തിയറി, അതുപോലെ തന്നെ കോമൺ കോൺഷ്യസ്നെസ് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ട സാവിഗ്നിയുടെ ഒരു ബുക്സിനെ പറ്റിയാണ്, ഓൺ ദ വൊക്കേഷൻ. ഓക്കെ, ഓൺ ദി വൊക്കേഷൻ അതൊരു പാംലെറ്റ് ആണ്. ഓൺ ദി വൊക്കേഷൻ അതിനെ പറയുന്ന വൂംബ്രഫ് അതൊരു പാംലെറ്റ് ആണ്. ഓക്കെ, ഓൺ ദ വൊക്കേഷൻ. ഓക്കെ, സാവിഗ്നിയുടെ. അപ്പൊ നേരത്തെ നമ്മൾ ഓസ്റ്റിന്റെ പറഞ്ഞു പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്, ബെന്താമിന്റെ പറഞ്ഞു ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്. ദെൻ ഇത് ഓർത്തിരിക്കുക, ഓൺ ദ വൊക്കേഷൻ വൂംബ്രഫ് അതൊരു പാംലെറ്റ് ആണ്. ഈ വൂംബ്രഫ് എന്ന് പറയുന്നത് ഓൺ ദ വൊക്കേഷൻ ബുക്കാണ്. സോ സാവിഗ്നിയുടെ എന്ത് ചെയ്തിരിക്കണം, അത് നിങ്ങൾ ഓർത്തിരിക്കണം. സാവിഗ്നിയുടെ ഇമ്പോർട്ടന്റ് ആണ് അത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മൊണ്ടസ്ക്യൂവിനെയാണ്. ഓക്കെ, മൊണ്ടസ്ക്യൂ പറ്റി നമ്മൾ ആദ്യം നോക്കും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് തന്നെ ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. ഓക്കെ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. മൊണ്ടസ്ക്യൂ ലൈക്ക് എന്താണ് ലോ എന്ന് പറയുന്നത്? ഇറ്റ്സ് ഈ ആഫ്റ്റർ ഇഫക്ട്, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ കുറെ പറയ ട്രഡീഷണൽ കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂ പറയുന്നത്. ദെൻ പുള്ളിയുടെ വലിയൊരു ഇമ്പോർട്ടൻസ് അല്ല, ബട്ട് പ്ലീസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ പുഷ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വില്ലും ജനറൽ വില്ലും തമ്മിലൊരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ് ലോ നിലവിൽ വന്ന് എക്സിസ്റ്റ് ചെയ്തെന്നാണ് പുഷ പറയുന്നത്. അതേ ഉള്ളൊരു ഇമ്പോർട്ടന്റ് പുഷയെ പറ്റി അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ്സ് കോൺഫ്ലിക്റ്റ്, അതായത് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ജനറൽ വില്ലിന്റെ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ് ലോ കമ്മിങ് ടു എക്സിസ്റ്റൻസ്. അതാണ് പുഷ പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് മെയിൻ ആണ്. മെയിന്റെയും ഹെൻറി മെയിനിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഒരു സ്റ്റേറ്റസ് ടു കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ഇതാണ്. സ്റ്റേറ്റസ് ടു കോൺട്രാക്ട്. സ്റ്റേറ്റസ് ടു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിലേക്ക് മാറുന്നതിനെ പറ്റിയാണ് ഈ പറയുന്ന ഹെൻറി മെയിൻ പറയുന്നത്. സ്റ്റേറ്റസ് ടു കോൺട്രാക്ട് ആദ്യം തന്നെ എന്തായിരുന്നു, അവരുടെ ലീഗൽ കണ്ടീഷൻസ് എല്ലാം ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാറ്റസ് വഴിയാണ്, ഓരോരുത്തരുടെ സ്റ്റേറ്റസ് അനുസരിച്ചിട്ടാണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രോഗ്രഷൻ വന്നു കഴിഞ്ഞതൊരു കോൺട്രാക്റ്റിൽ, അതായത് ആളുകൾ തമ്മിൽ നെഗോസിയേഷൻസ് വരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ആളുകൾ ഡീൽ ചെയ്യുന്നതിനാണ്, അവർ കണ്ടീഷൻസ് ഡീൽ ചെയ്യുന്നത് ബൈ കോൺട്രാക്ട് വഴിയാണ്, ബൈ നെഗോസിയേഷൻസ് വഴിയാണ്. അതാണ് ഹെൻറി മെയിൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, സ്റ്റേറ്റസ് ടു കോൺട്രാക്ട്. അതാണ് ഹെൻറി മെയിൻ്റെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ അതെല്ലാം ഒന്ന് എന്താണ് നിങ്ങളൊന്ന് പൊടി തട്ടി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂ, നമുക്കൊരു എക്സാമിന് പഠിക്കേണ്ട ഒരു പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇച്ചിരി ധൃതിയിൽ നമ്മൾ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്കൂൾ സോഷ്യോളജിക്കൽ സ്കൂളിലേക്ക് വരികയാണ്. അറിയാലോ, ഒരു ലേസിയസ് ഫെയർ പോളിസിയിൽ നിന്നൊരു വെൽഫെയർ സ്റ്റേറ്റിലേക്കുള്ള ഒരു ചേഞ്ച് ആണ്. ഓക്കെ, അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്? സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനാണ് സോഷ്യോളജിക്കൽ സ്കൂളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലോ ഇസ് എ ടൂൾ ഫോർ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഓർത്തിരിക്കുക, ലോ ഇസ് എ ടൂൾ ഫോർ സോഷ്യൽ എഞ്ചിനീയർ. അതാണ് സോഷ്യോളജിക്കൽ സ്കൂളിൽ ഇമ്പോർട്ടന്റ്. ഓൾറെഡി ഓർത്തിരിക്കുക, റോസ്കോപ്പ് ഓൺ സോഷ്യോളജി സ്കൂളിലുള്ളതാണ്. അഗസ്റ്റ് കോംറ്റെ, ഹെർബർട്ട് സ്പെൻസർ ആൻഡ് സിഗിറ്റ് ഇഹറിംഗ് എൽറിച്ച്. ഓക്കെ, എൽറിച്ച് എന്ന് പറഞ്ഞ ലിവിംഗ് ലോ. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി എൽറിച്ചിനെ പറ്റി. ലിവിംഗ് ലോ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് എൽറിച്ച് ആണ്. ലിവിംഗ് ലോ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുക ലിവിംഗ് ലോ. ദെൻ നമുക്ക് മുന്നോട്ട് പോകാം. റോസ്കോ പൗണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് റോസ്കോ പൗണ്ടിന്റെ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ
മാക്സിമം ഹാപ്പിനെസ് വിത്ത് മിനിമം ഫ്രിക്ഷൻ. ഇത് കണ്ടിട്ട് നിങ്ങൾ ബന്ധമെന്ന് ചാടി എഴുതരുത്, ബന്ധമല്ല, അത് റോസ്കോ പൗണ്ട് ആണ്. ഓക്കെ, മാക്സിമം ഹാപ്പിനെസ് വിത്ത് മിനിമം ഫ്രിക്ഷൻ, അത് ഓർക്കുക. മിനിമം റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം ഹാപ്പിനെസ്, അതാണ് റോസ്കോ പൗണ്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ അഗസ്റ്റ് കോംറ്റെ മീൻസ് സയന്റിഫിക് പോസിറ്റിവിസം. സയന്റിഫിക് പോസിറ്റിവിസത്തിന്റെ ആളാണ് ആരെന്ന് പറഞ്ഞാല് സയന്റിഫിക് പോസിറ്റിവിസം, അത് ഓർത്താൽ മതി. അഗസ്റ്റ് കോംറ്റെ സയന്റിഫിക് പോസിറ്റിവിസം. ദെൻ ഹെർബർട്ട് സ്പെൻസറിലേക്ക് പറയുകയാണെങ്കിൽ ഓർഗാനിക് തിയറി. എന്നിട്ട് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസം ആണ്. സോ ഓർഗാനിക് തിയറി കൊണ്ടുവന്നത് ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ്. ഓർത്തിരിക്കുക, ഓർഗാനിക് തിയറി. അതായെന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി ഈസ് ലൈക്ക് എൻ ഓർഗാനിസം. ഓക്കെ, ഓർഗാനിക് തിയറി, ഓർഗാനിസം തിയറി ഓർ ഓർഗാനിക് തിയറി, ഐ ഹാവ് ഡൗട്ട്, റൈറ്റ്? ഓക്കെ, അത് ഓർത്തിരിക്കുക നിങ്ങൾ, ഹെർബർട്ട് സ്പെൻസർ. ദെൻ ഡിഗിറ്റ് എന്ന് പറഞ്ഞാല് സോഷ്യൽ സോളിഡാരിറ്റി. ഓക്കെ, സോഷ്യൽ സോളിഡാരിറ്റി. ഓക്കെ, സോഷ്യൽ സോളിഡാരിറ്റി ആണ് ഡിഗിറ്റിന്റെ. അത് ഓർത്തിരിക്കുക, ഡിഗിറ്റ് സോഷ്യൽ സോളിഡാരിറ്റി. പിന്നെ പുള്ളി ഈ റൈറ്റ്സിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഒള്ളി എന്താണ് ഒരു പേഴ്സന്റെ ഇതെന്ന് പറഞ്ഞാൽ ഓൾവേസ് ഡു ഹിസ് ഡ്യൂട്ടി, അങ്ങനെയാണ് ഡിഗിറ്റ് പറഞ്ഞത്. ഓർത്തിരിക്കുക, റൈറ്റ് ഇല്ല പുള്ളിക്ക് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. സോഷ്യൽ സോളിഡാരിറ്റി ആണ് ഡിഗിറ്റ് എന്ന് പറഞ്ഞാൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ അത് ഡിഗിറ്റിന്റെ ആണ്. ഓക്കെ, സോഷ്യൽ സോളിഡാരിറ്റി. ദെൻ ഇഹറിംഗ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പുള്ളി ഒരു സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ ആണ്. ഇഹറിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഊഹിച്ചെടുത്തോ. ഓക്കെ, സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ ആണ്. പിന്നെ എന്തോ ഞാൻ പറയാൻ വിട്ടുവല്ലോ, എന്താണത്? ഓക്കെ, സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ ആണ്. അതുപോലെ ലോ എന്ന് പറഞ്ഞാൽ മീൻസ് ടു അച്ചീവ് അൻ എൻഡ്, അതായത് ഒരു മീൻസ് ടു അച്ചീവ് എൻഡ്. അത്ര നിങ്ങൾ ഓർത്തിരിക്കുക. ലോ എന്ന് പറഞ്ഞാൽ മീൻസ് ടു അച്ചീവ് എ സോഷ്യൽ എൻഡ്. ക്വസ്റ്റ്യൻസ്, ഡെഫിനിഷൻസ് ചോദിക്കാം, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇഹറിങ്ങിനെ നിങ്ങൾ ഓർത്തിരിക്കുക, സോഷ്യൽ യൂട്ടിലിറ്റേറിയൻ ആണ്. പ്ലഷർ ആൻഡ് പെയിനെ പറ്റി പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇഹറിങ്. ഓക്കെ, ഇതാണ് സോഷ്യോളജി സ്കൂളിൽ ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാല് ഇത്രയും ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഫിലോസഫിക്കൽ സ്കൂളിലേക്ക് പോകും. ഫിലോസഫിക്കൽ സ്കൂളിൽ പറഞ്ഞതല്ല, ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൺസേൺ വിത്ത് ലോ, വിച്ച് എന്താണ് ടു സർട്ടൺ ഐഡിയൽ വിച്ച് ലോ സപ്പോസ് ടു അച്ചീവ്. എന്താണ് ആ ലോ വന്നതുകൊണ്ട് അവർ അതിന്റെ ഐഡിയൽസ് എന്താണ് എന്തെങ്കിലും ഒരു പേർപ്പസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വാട്ട് ഈസ് എ പേർപ്പസ് ഓഫ് ലോ, അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതാണ് ഈ പറഞ്ഞ ഫിലോസഫിക്കൽ സ്കൂളിനെ പറ്റി പറയുന്നത്. ഒരു ലോ വരുവാണെങ്കിൽ അതെന്താണ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് തന്നെ, അതാണ് ഫിലോസഫിക്കൽ സ്കൂളിൽ വരുവാണെങ്കിൽ. ഓക്കെ, അതിൽ ഹീഗൽ, കാണ്ട് ഇവരൊക്കെയാണ് ഫിലോസഫിക്കൽ സ്കൂളിലുള്ളത്. കാണ്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഓർക്കുക, കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്, അത് ഓർത്താൽ മതി. ഇമ്മാനുവൽ കാണ്ട് ആൻഡ് ഹീഗൽ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഫിലോസഫിക്കൽ സ്കൂൾ. ദെൻ റിയലിസ്റ്റ് സ്കൂളിലേക്ക് വരുവാണെങ്കിൽ റിയലിസം എന്ന് പറഞ്ഞാൽ അവിടെ ഓർത്തിരിക്കുന്നത് ജഡ്ജ്മെന്റ് ലോസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ജഡ്ജസിന് എന്ത് ചെയ്യാം, ഒരു ഇന്റർപ്രറ്റ് ചെയ്യാൻ മാത്രമല്ല അവർക്ക് ലോ ഉണ്ടാക്കാൻ സാധിക്കും. റിയലിസ്റ്റ് സ്കൂളിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെറോം ഫ്രാങ്കിനെ പറ്റിയാണ്. ഓക്കെ, ജെറോം ഫ്രാങ്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റിയലിസ്റ്റ് സ്കൂളിൽ. ദെൻ ഹോംസ് കാർ ലെവലിൻ, പുള്ളിയുടെ പേരെന്ന് വായിക്കാൻ എനിക്കറിയത്തില്ല, അത് നിങ്ങൾ ഓർത്തിക്കുക. അതായത് അവരെന്താണ് ലോ എന്ന് പറയുന്നത് ജഡ്ജസിന് എന്താണ്, അത് ജഡ്ജസ് ഇന്റർപ്രറ്റ് ചെയ്യുക മാത്രമല്ല, ജഡ്ജസിന് എന്താണ് ലോ ഉണ്ടാക്കാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ലോ ഉണ്ടാക്കാം, അതിനുള്ള പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സ്കൂളാണ് റിയലിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. ജഡ്ജ്മെന്റ് ലോസ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഓർക്കേണ്ടത് ബ്ലാക്ക് സ്റ്റോണിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ റിയലിസം പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്താണ്, ജഡ്ജസ് ഒരിക്കലും ലോ ഉണ്ടാക്കില്ല, ജഡ്ജസ് ഇന്റർപ്രറ്റ് ദ ലോ. ഓക്കെ, ബ്ലാക്ക് സ്റ്റോൺ തിരിച്ചാണ് പറയുന്നത്, ജഡ്ജസിന് എന്താണ് ലോ ഉണ്ടാക്കാനുള്ള പവർ ഇല്ല, അവരെന്താണ് ലോ ജസ്റ്റ് ഇന്റർപ്രറ്റ് മാത്രമാണ്. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് ലോയിലേക്ക് വരുമ്പോൾ സാൽമൺ പ്രകാരം എന്താണ്, സാൽമണിന്റെ ഇതിൽ ഫോർമൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സോഴ്സസ് ഉണ്ട്. ഈ പറയുന്ന മെറ്റീരിയൽ സോഴ്സസിലാണ് ഫോർമൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ലോ, അതാണ് ഫോർമൽ സോഴ്സ്. മെറ്റീരിയൽ സോഴ്സിലേക്ക് വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസും ഉണ്ട്, ലീഗൽ സോഴ്സസ്, ഹിസ്റ്റോറിക്കൽ സോഴ്സസും ലീഗൽ സോഴ്സസും. ഓക്കെ, ദെൻ ഈ പറഞ്ഞ ലീഗൽ സോഴ്സിൽ വരുന്ന നമ്മുടെ ലെജിസ്ലേഷൻസ്, കസ്റ്റം, ജുഡീഷ്യൽ പ്രീസിഡൻസ്. ഓക്കെ, ഈ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ കസ്റ്റം, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കസ്റ്റംസ് ആണ്.
കസ്റ്റംസിൽ ലീഗൽ ആൻഡ് കൺവെൻഷണൽ കസ്റ്റംസ്. ഈ കസ്റ്റംസ് നിങ്ങൾ ഓർത്തിരിക്കുക. കസ്റ്റംസിൽ ഓർത്തിരിക്കേണ്ടത് എന്താണ്? അതായത് ഒന്ന് ടൈം ഇമ്മമോറിയൽ ആയിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ലോസുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഓൾറെഡി ജനറൽ ലോസുമായിട്ട് ഒന്നും ഇൻകൺസിസ്റ്റൻസി ഒന്നും ആവാൻ പാടില്ല. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റംസിനെ പറ്റി. ജുഡീഷ്യൽ പ്രീസണേഴ്സിലേക്ക് വരുവാണെങ്കിൽ 2-3 ടേംസ് നിങ്ങൾ ഓർത്തിരിക്കുക. റേഷ്യോ, റെസിഡൻസി, stare decides, then obiter dicta. Okay, obiter dicta. Ratio decidency already നമുക്കറിയാം. Reasons for the judgment. Then precedents already പറഞ്ഞല്ലോ. Previous judgments നമ്മൾ എന്താ precedents എന്ന് പറയുന്നത്. ഈ precedents എന്ന് പറഞ്ഞ പ്രീവിയസ് ജഡ്ജ്മെന്റ്സ് എന്താണ്, ബാക്കി ഇൻഫീരിയർ കോർട്സിന് ബൗണ്ട് ആണെന്ന് പറയുന്ന ഒരു മാക്സിമാണ് സ്റ്റെയർ ഡിസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ആർട്ടിക്കിൾ 141 ആലോചിച്ചാൽ മതി. ഓക്കെ, ആർട്ടിക്കിൾ 141 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഒബിക്ചർ ഡിറ്റ. അത് എന്താണ്? ഒബിക്ചർ ഡിറ്റ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അല്ല. ഇപ്പൊ ഒരു കേസിൽ എന്താണ് നമ്മളൊരു ജഡ്ജസ് ഇപ്പം റീസൺസോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ ഒന്നും അല്ലാണ്ട് തന്നെ അവരുടേതായ ചില കാര്യങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. അതാണ് ഈ ഒബിക്ചർ ഡിറ്റ എന്ന് പറയുന്നത്. ഒരു പെർസേസീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുത്താൽ മതി. ഇപ്പൊ ഓർക്കുക, റേഷ്യോ, റെസിഡൻസി, റീസൺസ് ഫോർ ദി ജഡ്ജ്മെന്റ്, ദെൻ സ്റ്റെയർ ഡിസൈസ് നമ്മൾ ആർട്ടിക്കിൾ 141 ആലോചിച്ചാൽ മതി. ദെൻ ഒബിക്ചർ ഡിക്റ്റ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ജഡ്ജസ് പറയുന്നതിനാണ് അത്ര ഓർത്താൽ നിങ്ങൾ. അതൊരു നമ്മൾ എന്താണ് ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ ചില കാര്യങ്ങളെ പറ്റി കുറച്ചും കൂടി ഒരു ആധികാരികമായി അവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ഓർത്താൽ അതിനെയാണ് നമ്മൾ ഒബിക്ചർ ഡിക്റ്റ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാൻ നമുക്ക് പെർസ്യൂസീവ് വാല്യൂ ആണ്. നമുക്ക് എന്താണ് അത് അതോറിറ്റേറ്റീവ് മീൻസ് എന്താ കറക്റ്റായിട്ട് എടുക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. ഓക്കെ, ദെൻ ആക്ച്വലി ലീഗൽ കൺസെപ്റ്റ്, അതിൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റി, ഓണർഷിപ്പ്, പൊസഷൻ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റിലേക്ക് വരുവാണെങ്കിൽ 2 തിയറീസ് ഉണ്ട്. 2 തിയറീസ് ഇമ്പോർട്ടന്റ് ആണ്, വീൽ തിയറി ആൻഡ് ഇൻട്രസ്റ്റ് തിയറി. വീൽ തിയറിയിൽ ഓസ്റ്റിൻ, ഹോളണ്ട്, പുലോക്ക്. ദെൻ വീൽ തിയറി ഇഹറിംഗ്, സാൽമൺ, ബക്ലൻഡ്, അലൻ. സി വീൽ തിയറിയിൽ എന്താണ് പറയുന്നത്? ഹ്യൂമൻ വില്ലിൽ നിന്നാണ് എന്ത് പറയുന്നത് റൈറ്റ് ഒറിജിനേറ്റ് ചെയ്ത് ഹ്യൂമൻ വിൽ ആണ്. അത് ഓർത്തിരിക്കുക, ഹ്യൂമൻ വിൽ. ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് റൈറ്റ് എന്ന് പറയുന്നത്. ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ്, അതാണ് റൈറ്റ് എന്ന് പറയുന്നത്. ലീഗലി പ്രൊട്ടക്റ്റഡ്. ആ 2 തിയറി ഓർത്തിരിക്കുക. 2 തിയറിയിലെ തിങ്കേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പെറൻസും അതും നോക്കി വെച്ചിടാം. വീൽ തിയറിയിൽ ഹോളണ്ട്, ഓസ്റ്റിൻ, പുലോക്ക്, ദെൻ ഇഹറിംഗ്, സാൽമൺ, ബക്ലൻ അല്ലാണ് ഇൻട്രസ്റ്റ് തിയറിയിലുള്ളത്. വിൽ തിയറി ഹ്യൂമൻ വിൽ എന്നാണ് എന്ത് പറയുന്നത് റൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് റൈറ്റ് എന്നാണ് എന്ത് പറയുന്നത് ഇൻട്രസ്റ്റ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ റൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ജൂറൽ കോറിലേറ്റീവ്സ്, ഓപ്പോസിറ്റ്സും അതും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കോറിലേറ്റീവ്സിലേക്ക് വരുവാണെങ്കിൽ എന്താണ്? റൈറ്റ്, നോ റൈറ്റ്, പ്രിവിലേജ്, ഡ്യൂട്ടി, പവർ, ലയബിലിറ്റി, ഞാൻ തന്നെ മറന്നു, ഇമ്മ്യൂണിറ്റി, ഡിസബിലിറ്റി. ഇത് കോ റിലേറ്റീവ്സ് ആണ്. ഇതിന്റെ എന്താണ് ഓപ്പോസിറ്റിലേക്ക് വരുമ്പോൾ റൈറ്റ്, ഡ്യൂട്ടി, പ്രിവിലേജ്, നോ റൈറ്റ്, ദെൻ പവർ, ഡിസബിലിറ്റി, ഇമ്മ്യൂണിറ്റി, ലയബിലിറ്റി ഇങ്ങനെ വരും. ഓപ്പോസിറ്റിൽ വരും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. റിലേറ്റീവ്സ് ഇങ്ങനെ, ഓപ്പോസിറ്റ്സ് ഇങ്ങനെ. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് കൊണ്ടുവന്ന ഹോഫീൽഡിന്റെ ആണ്. അത് ഓർത്തിരിക്കുക. ഹോഫീൽഡ്. ഓക്കെ, ഹോഫീൽഡ്. ഓക്കെ, ദെൻ പൊസഷൻ, ദെൻ ഓണർഷിപ്പിലേക്ക് നമുക്ക് പോവാം. സി അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ദെൻ അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ റൈറ്റ്സ് പറഞ്ഞു, ഡ്യൂട്ടീസ് പറഞ്ഞു, ലയബിലിറ്റി, ദെൻ ഓണർഷിപ്പ് നോക്കാം. അതിന് മുന്നേ ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ലീഗൽ പേഴ്സണാലിറ്റി. സി ലീഗൽ പേഴ്സൺ, നാച്ചുറൽ പേഴ്സണും ജുറിസ്റ്റിക് പേഴ്സൺസും ഉണ്ട് നമുക്കിടയിൽ. നാച്ചുറൽ പേഴ്സൺ ആൻഡ് ജുറിസ്റ്റിക് പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ വി നോ ഹ്യൂമൻ ബീങ്സ് ആണ്. നാച്ചുറൽ പേഴ്സൺസ്, ദെൻ ജുറിസ്റ്റിക് പേഴ്സൺ. ഇതിൽ എന്താണ്? കോർപ്പറേഷൻസ്. ഓക്കെ, കോർപ്പറേഷൻസ്, ദെൻ പാർട്ണർഷിപ്പ്, ദെൻ ഓക്കെ അവരൊക്കെയാണ് എന്താ പറയുക, ഇതൊക്കെയാണ് ജുറിസ്റ്റിക് പേഴ്സണിൽ വരുന്നത്. ഓക്കെ, പാർട്ണർഷിപ്പ്, ഈ പറഞ്ഞ കോർപ്പറേറ്റ്സ്, ഇതൊക്കെ ജുറിസ്റ്റിക് പേഴ്സൺസിൽ വരും. നാച്ചുറൽ പേഴ്സൺസ് ആണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം പറയുന്നത്. സി അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഇൻ എ വൂംബ്, നമ്മുടെ ഗർഭത്തിലുള്ള കുട്ടി എന്ന് പറഞ്ഞ ലീഗൽ പേഴ്സൺ ആണോ ഇല്ലയെന്നാണ് ക്വസ്റ്റ്യൻസ്. സി ഹിസ് എ ലീഗൽ പേഴ്സൺ, അത് ലീഗൽ പേഴ്സൺ ആണ്.
പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയിൽ പഠിക്കുന്നതാണ് എന്താണ് ഒരു അൺബോൺ ചൈൽഡിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓൾറെഡി എന്താണ് ആ കുട്ടി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അൺബോൺ ചൈൽഡിന് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചൈൽഡ് ഇൻ വുമൻ എന്ന് പറയുന്ന ലീഗൽ പേഴ്സൺ തന്നെയാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നോക്കേണ്ടത് ജുറിസ്റ്റിക് പേഴ്സൺസ് കമ്പനിയുടെ കാര്യം അല്ലെങ്കിൽ കോർപ്പറേറ്റിന്റെ കാര്യം വരുമ്പോൾ സോളമൻ വേഴ്സസ് സോളമന്റെ കേസ് ഓർത്തിരിക്കുക. സോളമൻ വേഴ്സസ് സോളമൻ, ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ, ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ, ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ ഓൾറെഡി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് വെയിൽ അത് ഓർത്തിരിക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനീസിന്റെ മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലൈബിൾ ആക്കുന്നത്. ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീൽ, സോളമൻ വേഴ്സസ് സോളമന്റെ കേസ് ഓർത്തിരിക്കുക. അതില് പിന്നെ ഉള്ള തിയറീസ് ആണ്. ഓക്കെ, പേഴ്സണാലിറ്റി തിയറീസിൽ വരുന്നതാണ് ഫിക്ഷൻ തിയറി, ഫിക്ഷൻ, ബ്രാക്കറ്റ് തിയറി ഓർത്തിരിക്കുക. ഇഹറിങ്ങിന്റെ തിയറിയാണ് ബ്രാക്കറ്റ് തിയറി. ദെൻ ഫിക്ഷൻ തിയറി, ബ്രാക്കറ്റ് തിയറി. പിന്നെ നമ്മുടെ സാവിഗ്നിയുടെയും സാമലിന്റെയും തിയറി ഉണ്ട്, സാവിഗ്നി ആൻഡ് സാൽമണ്ട്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഇതാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. സോ ഗോ ത്രൂ ദ നോട്ട്സ്. ഇമ്പോർട്ടൻറ്റ് തിയറീസ് നോക്കിയിട്ട് എന്തായാലും പോവുക. ദെൻ ബ്രാക്കറ്റ് തിയറി ഇമ്പോർട്ടൻ്റ് ആട്ടോ, കുറെ ക്വസ്റ്റ്യൻസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇഹറിങ് ആണത്. ദെൻ നമുക്ക് ഓക്കെ ലീഗൽ പേഴ്സണാലിറ്റി, ദെൻ പൊസഷൻ. ഓക്കെ, പൊസഷൻ എന്ന് പറയുന്ന ഓണർഷിപ്പിന്റെ ഒരു മുന്നുള്ള ഒരു ഭാഗമാണ്. സി നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടിയിലൊക്കെ പഠിക്കുന്നതാണ് 12 years പൊസഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. ഓക്കെ, 12 years of possession. ഓക്കെ, then continuous possession for 12 years. Okay, then elements of possession ലേക്ക് വരുമ്പോൾ രണ്ട് റൈറ്റ് ആണ് നമുക്ക്. ഒന്ന് റൈറ്റ് ടു പൊസസ് ആൻഡ് റൈറ്റ് ടു കണ്ടിന്യൂ പൊസസ്. റൈറ്റ് ടു കണ്ടിന്യൂ ടു പൊസസ്. ഓക്കെ, റൈറ്റ് ടു പൊസസ്, റൈറ്റ് ടു കണ്ടിന്യൂ ടു പൊസസ്. അത് ഓർത്തിരിക്കുക. ജസ്റ്റ് പൊസിഡൻസി ആൻഡ് ജസ്റ്റ് പൊസഷനിസ്റ്റ്. ഓക്കെ, അതായത് a person's right to acquire on a certain possession and owner's right to possess. Then once you get the possession, you have the right to remain possession. ഒരു വട്ടം പൊസഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അത് കണ്ടിന്യൂ ചെയ്യാനുള്ള, എക്സെപ്റ്റ് അഗൈൻസ്റ്റ് എ പേഴ്സൺ ഹു ഹാസ് എ ബെറ്റർ ടൈറ്റിൽ. അയാൾക്ക് അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്താണ്, അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ്, റൈറ്റ് ടു കണ്ടിന്യൂ ടു പൊസസ്. അത് ഓർത്തിരിക്കുക കേട്ടോ. എക്സെപ്റ്റ് അഗൈൻസ്റ്റ് എ പേഴ്സൺ ഹു ഹാസ് എ ബെറ്റർ ടൈറ്റിൽ. ഓക്കെ, അയാളെക്കാട്ടിൽ ബെറ്റർ ടൈറ്റിൽ ഉള്ള ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറ്റത്തില്ല. അതാണ് നമ്മൾ 12 yearsന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയിൽ കുറെ ഡീൽ ചെയ്യുന്ന കാര്യമാണിത്, ഓണർഷിപ്പിന്റെ കാര്യം. ഓക്കെ, ദെൻ 2 elements ഓഫ് പൊസഷൻ എന്ന് പറയുമ്പോൾ ആനിമസ് ആൻഡ് കോർപ്പസ്. ദെൻ ആനിമസ് പൊസിഡന്റി ആൻഡ് കോർപ്പസ് പൊസിഡൻ. ആനിമസ് എന്ന് പറഞ്ഞാൽ മെന്റൽ എലമെന്റ് ഉണ്ടായിരിക്കണം, അതൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ദ വിൽ ഓർ ഇന്റൻഷൻ ടു എക്സൈസ് കൺട്രോൾ ഓവർ എ തിങ്, അതാണ് ആനിമസ് പൊസിഡന്റി. അത് ഓർത്തിരിക്കുക. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പൊസഷൻ വരുന്നത്. ഓർത്തിരിക്കുക, ആനിമസ് പൊസിഡന്റി ആൻഡ് കോർപ്പസ് പൊസിഷൻ. ഇത് ഫിസിക്കൽ എലമെന്റ് ആണ്, അതായത് ആക്ച്വൽ പവർ ഓവർ ദി ഒബ്ജക്ട് പൊസസ്ഡ്. അതാണ് കോർപ്പസ് പൊസഷനിസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ആനിമസ് പൊസിഡന്റി ആൻഡ് കോർപ്പസ് പൊസഷനിസ്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. രണ്ടും കൂടെ കൂടുമ്പോഴാണ് എന്താണ് നമുക്ക് ആ ഒരു പൊസഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. അതുപോലെ ഞാൻ പറഞ്ഞു ഓണർഷിപ്പിന്റെ കാര്യം. ഓണർഷിപ്പിൽ 2-3 ഡെഫിനിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഹോളണ്ടിന്റെ ഡെഫിനിഷൻ. പ്ലീനറി കൺട്രോൾ എവിടെയൊന്ന് എഴുതാ. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക. പ്ലീനറി കൺട്രോൾ ഓവർ ആൻ ഒബ്ജക്ട്. പ്ലീനറി കൺട്രോൾ ഓവർ ആൻ ഒബ്ജക്ട്, അതാണ് ഓണർഷിപ്പ് എന്നാണ് ഹോളണ്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓസ്റ്റിന്റെ ഡെഫിനിഷൻസും കുറച്ചും കൂടെ ഫേമസ് ആണ്. ഓസ്റ്റിൻ unrestricted in point of user, then unrestricted in point of disposition. Okay, ടൈറ്റിൽ ഞാൻ മറന്നുപോയത്. ദെൻ ആ ഓസ്റ്റിന്റെ ഡെഫിനിഷൻസ് ഓണർഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഫിനിഷൻ ആണ്. ഹോളണ്ടിന്റെയും ഓസ്റ്റിന്റെയും അല്ലെങ്കിൽ മറ്റെല്ലാവരും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഒരു അൺറെസ്ട്രിക്റ്റഡ് അങ്ങനെ പറയുന്നില്ല. അൺറെസ്ട്രിക്റ്റഡ് ഇൻ പോയിന്റ് ഓഫ് യൂസർ, അൺറെസ്ട്രിക്റ്റഡ് ഇൻ പോയിന്റ് ഓഫ് ഡിസ്പോസിഷൻ, ഇതൊക്കെ പറയുന്നത് ഓസ്റ്റിന്റെ ഡെഫിനേഷൻ ആണ്. ജസ്റ്റ് ആ എലമെന്റ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ് സാൽമണ്ട് ഡെഫിനേഷൻ. സാൽമണ്ട് പറയുന്നത് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ,
ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് ഓണർഷിപ്പിന്റെ. ഓക്കെ ദെൻ ഹോളണ്ട്, ഓസ്റ്റിൻ, സാൽമണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ്, അതിന് ഓർത്തിരിക്കുക. അൺലിമിറ്റഡ് ഇൻ പോയിന്റ് ഓഫ് യൂസർ, അൺറെസ്ട്രിക്റ്റഡ് ഇൻ പോയിന്റ് ഓഫ് ഡിസ്പോസിഷൻ, അൺലിമിറ്റഡ് ഇൻ ഓക്കെ അത് ഓർത്തിരിക്കുക. ഓസ്റ്റിനെ ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ ആക്ച്വലി ഒരു ഇടയ്ക്ക് വെച്ചൊന്ന് ഡൈവേർട്ട് ടൈപ്പ് നമുക്ക് നോക്കാം. ഓക്കെ അൺലിമിറ്റഡ് ഇൻ പോയിന്റ് ഓഫ് അൺലിമിറ്റഡ് ഇൻ, ഞാൻ ആക്ച്വലി ഇത് MCQs ഡിസ്കസ് ചെയ്തപ്പം ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺലിമിറ്റഡ് ഇൻ പോയിന്റ് ഓഫ് യൂസർ, അൺറെസ്ട്രിക്റ്റഡ് ഇൻ പോയിന്റ് ഓഫ് ഡിസ്പോസിഷൻ, ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. അൺറെസ്ട്രിക്റ്റഡ് ഇൻ പോയിന്റ് ഓഫ് ഡിസ്പോസിഷൻ. ഓക്കെ ഹോളണ്ടിന്റെ, ദെൻ ഓസ്റ്റിന്റെ, ദെൻ സാൽമന്റെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ഓണർഷിപ്പില്. ഇത് മൂന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഗോ ത്രൂ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്ന അഡ്വസേറിയൽ, ഇൻക്വസിറ്റോറിയൽ നിങ്ങൾ സിലബസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അഡ്വസേറിയൽ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ജഡ്ജസിന്റെ റോളിനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അഡ്വസേറിയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം, അതാണ് ലീഗൽ സിസ്റ്റം ആണ് അഡ്വസേറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്താണ് പാർട്ടി കൺട്രോൾ ആണ്. ലൈക്ക് എന്താ പറയുക, നമ്മുടെ കോർട്ടിൽ എങ്ങനെയാണ് റെപ്രസെന്റേറ്റീവ്സ് ആണ്, അതായത് ഒരു ക്ലയന്റ് റെപ്രസെന്റേറ്റീവ് ആണ് കേസ് ഡീൽ ചെയ്യുന്നത്. അവരാണ് ആർഗ്യുമെന്റ്സും എല്ലാം ചെയ്യുന്നത്. എന്താണ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി പാർട്ടീസ് ആണ്. ഓക്കെ ലൈക്ക് ലോയേഴ്സ് ആണ്. ഓക്കെ പാർട്ടി കൺട്രോൾ, ദെൻ ഇംപാർഷ്യൽ ജഡ്ജ് ഓർ ജൂറി, അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഇംപാർഷ്യൽ ജഡ്ജ് ആണ്. അതായത് ജഡ്ജിന് എന്താണ് ഒരു അമ്പയറിന്റെ റോള് മാത്രമായിരിക്കും അഡ്വസേറിയിൽ ഉണ്ടായിരിക്കുക. അതായത് രണ്ട് ഭാഗവും കേട്ടിട്ട്, അതായത് എവിഡൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു മെറിറ്റ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത് കേസ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഒരു ഇംപാർഷ്യൽ ജഡ്ജ് ആയിരിക്കും അഡ്വസേറിയൽ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. ദെൻ ഓറൽ ട്രഡീഷൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, ദെൻ ആർഗ്യുമെന്റ്സ്, ആ പഴയ ട്രഡീഷണൽ രീതി, അതായത് അഡ്വസേറിയൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഓർത്താൽ മതി. ദെൻ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, എന്താണ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി, അയാൾ എന്താണ് നമ്മൾ പ്രിസ്യൂം ടു ബി ഇന്നസെന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്രിമിനൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാഗമാണ് എന്താണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. അതെന്താണ് അഡ്വസേറിയൽ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഇത് മൂന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻക്വസിറ്റോറിയൽ വരികയാണെങ്കിൽ എന്താണ് ജുഡീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇപ്പൊ ജുഡീഷ്യറി, അതായത് ജഡ്ജസിന് എന്താണ് അവരുടെ അമ്പയർ റോൾ അല്ല, ഒരു ആക്റ്റീവ് റോളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് എൻക്വയറി നടത്തും, ഒരു കേസിൽ എന്ത് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻസും ഇൻക്വയറീസ് ഒക്കെ നടത്തുന്ന ജഡ്ജ് ആയിരിക്കും. ഈവൻ ക്വസ്റ്റ്യൻ ദി അക്യൂസ്ഡ്, ഈ പറയുന്ന ക്രോസ് എക്സാമിനേഷൻ എല്ലാം നടക്കുന്ന എന്താണ് ജഡ്ജസിൽ നിന്നായിരിക്കും. ഓക്കെ ജുഡീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നിങ്ങൾ ഓർക്കുക ഇൻക്വസിറ്റോറിയൽ. ദെൻ സ്റ്റേറ്റ് ഡ്രിവൺ പ്രോസസ് ആയിരിക്കും. ദെൻ റിട്ടൺ ട്രഡീഷൻസ്, ഈ പറയുന്ന എവിഡൻസ് എല്ലാം എന്താണ് റിട്ടൺ ഫോമിലായിരിക്കും കൊടുക്കുക. ദെൻ ഫോർമൽ റോൾസ് ഓഫ് എവിഡൻസ് ഒന്നും അല്ല. ദെൻ ഫോക്കസ് ഓൺ ട്രൂത്ത് സീക്കിംഗ് ആൻഡ് നോ ജൂറി ഓർ ലിമിറ്റഡ് റോൾ. അത്ര ജൂറീസിന് വലിയ റോളൊന്നും ഈ സിസ്റ്റത്തിലില്ല. നിങ്ങൾ ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്താൽ മതി. അഡ്വസേറിയൽ എന്ന് പറയുമ്പോൾ ജഡ്ജിന് ഒരു അമ്പയർ റോളാണ്. ഇൻക്വിസിറ്റോറിയൽ വരുമ്പോൾ എന്താണ് ഒരു ആക്റ്റീവ് റോളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അവിടെ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻക്വയറി ഒക്കെ നടത്താനുള്ള പവർ ആർക്കുണ്ട് ജഡ്ജസിനുണ്ട്. അവരൊരു ട്രൂത്ത് സീക്കിംഗ്, അതായത് എന്താണ് അവരാണ് എന്ത് ചെയ്യുന്നത് സത്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ പറഞ്ഞ പാർട്ടീസിനുള്ള റോള് വളരെ കുറവായിരിക്കും. ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് സിലബസിൽ കുറച്ച് ടേംസിനെ പറ്റി പറയുന്നുണ്ട്. സിന്തറ്റിക് ജൂറിസ്പ്രുഡൻസ്, തെറാപ്റ്റിക് ജൂറിസ്പ്രുഡൻസ്, അതുപോലെ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് അതും കൂടി ഡീൽ ചെയ്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സിന്തറ്റിക് ജൂറിസ്പ്രുഡൻസിലേക്ക് വരുമ്പോൾ ഇസ് എൻ അപ്രോച്ച് that attempts to combine and consult the valuable elements of different schools of jurisprudence. ഇതിൽ മുന്നേ ഒരു കമ്പാരിറ്റീവ് ജൂറിസ്പ്രുഡൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല, ഇത്ര നിങ്ങൾ ഓർത്താൽ മതി. പല ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ കമ്പാരിറ്റീവ് സ്റ്റഡി എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് കമ്പാരിറ്റീവ് ജൂറിസ്പ്രുഡൻസ് ഉദ്ദേശിക്കുന്നത്. പല തരത്തിലുള്ള പല ജൂറിസ്പ്രുഡൻസ് എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു. ഓക്കെ ഇനി സിന്തറ്റിക് ജൂറിസ്പ്രുഡൻസിലേക്ക് വരികയാണ്. എന്താണ് നമ്മൾ ഈ പറഞ്ഞ സ്കൂൾസ് എല്ലാം എന്ത് ചെയ്തു റീകൺസിൽ വാല്യുബിൾ എലമെന്റ്സ് ഓഫ് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിലെ ഡിഫറെന്റ് സ്കൂൾ, ഹിസ്റ്റോറിക്കൽ, അനലിറ്റിക്കൽ, സോഷ്യോളജിക്കൽ, ഈ ഫിലോസഫിക്കൽ സ്കൂൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ സിന്തറ്റിക് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. So synthetic jurisprudence associated with the modern jurists who emphasized a broad approach to legal studies including Julius Stone, നമ്മുടെ ലോയേഴ്സ് എക്സ്ട്രാ വേർഷൻ. ചെറിയൊരു എന്താ പുള്ളി പറയുന്ന ഒരു ഡെഫിനറ്റ് അല്ല, നമ്മളൊരു കൺഫൈൻ ആയിട്ടല്ല, എന്താണ് അല്ലെ കുറച്ചും കൂടി ഫോർവേഡ് നമ്മൾ ചിന്തിക്കുന്ന ഇതിനെപ്പറ്റി പറയുന്ന ജൂലിയസ് സ്റ്റോണർ. ലോയേഴ്സ് എക്സ്ട്രാ വേർഷൻ എന്ന് പറയുന്നില്ലേ ജൂറിസ്പ്രുഡൻസ്. ഓക്കെ റോസ്കോ പൗണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ടു സം എക്സ്റ്റെന്റ് ത്രൂ സോഷ്യോളജിക്കൽ അനാലിസിസ്, ദെൻ ഫ്രീഡ്മൻ. ഇത് മൂന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവരെല്ലാം എന്താണ് സിന്തറ്റിക് ജൂറിസ്പ്രുഡൻസിന്റെ എക്സ്പെറൻസ് ആണ്. ജൂലിയസ് സ്റ്റോൺ, റോസ്കോ പൗണ്ട്, ദെൻ ഫ്രീഡ്മൻ. ഇനി ആൾക്കാരുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരാണ്. ഓക്കെ
ദെൻ ഫോർ എക്സാമ്പിൾ, ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൺസിഡർ ലോ പ്രൊഹിബിറ്റിംഗ് ചൈൽഡ് ലേബർ. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ നാച്ചുറൽ സ്കൂളിനെ പറ്റി പറയുന്നത് പ്രൊട്ടക്ട്സ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് മൊറാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ ലോ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി, ജസ്റ്റിസ്, സോഷ്യൽ മോറൽസ് ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് നാച്ചുറൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് പ്രൊട്ടക്ട്സ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് മൊറാലിറ്റി. പ്രൊഹിബിറ്റിംഗ് ചൈൽഡ് ലേബറിൽ അവർ ആദ്യത്തെ സ്കൂളിൽ എന്താണ് നോക്കുന്നത്? പ്രൊട്ടക്ട്സ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് മൊറാലിറ്റി. ദറ്റ് സ്കൂൾ ഈസ് വാലിഡ് ബിക്കോസ് ഇനാക്റ്റഡ് ബൈ ലെജിസ്ലേഷൻ. ശരിയാ, എന്താണ് അത് ഒരു ലെജിസ്ലേഷൻ ഇനാക്ട് ചെയ്യുന്നുണ്ട്, അത് വാലിഡ് ആണ്. ദെൻ റിഫ്ലക്ട് സൊസൈറ്റീസ് ഇവോൾവിംഗ് വാല്യൂസ്, അതാണ് സോഷ്യോളജിക്കൽ സ്കൂളിന്റെ പ്രത്യേകത. ദെൻ പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ആണ്, ഹിസ്റ്റോറിക്കൽ സ്കൂള് റിഫ്ലക്ട് സൊസൈറ്റീസ് ഇവോൾവിംഗ് വാല്യൂസ്. ദെൻ പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ, സോഷ്യോളജിക്കൽ വെൽഫെയർ. സോ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ഇതെല്ലാം ഈ സ്കൂളിന്റെ എല്ലാ എലമെന്റ്സും ഇവരെന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. സോ എ സിന്തറ്റിക് ജൂറിസ്റ്റ് would consider all these factors together, എല്ലാം കമ്പൈൻ ചെയ്ത് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോ ഈസ്. അത് മനസ്സിലാക്കുന്നത് എങ്ങനെ? ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നോക്കുന്നത് എന്താണ് ലോ എന്നുള്ളത്. ഓക്കെ, ദെൻ തെറാപ്പിക് ജൂറിസ്പ്രുഡൻസിലേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇതിനായിരിക്കും ഈ പറയുന്ന തെറാപ്റ്റിക് ജൂറിസ്പ്രുഡൻസിൽ വരുന്നത്. സോ നമുക്ക് നോക്കാം, നമുക്ക് വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ജുവനൈൽ ജസ്റ്റിസ് റിഫോംസ് ആൻഡ് ജുവനൈൽ ജസ്റ്റിസ്, വിക്ടിം കോമ്പൻസേഷൻ സ്കീം, അതുപോലെ ഫാമിലി കോഡ്സ് എംഫസിസിംഗ് കൺസൈലേഷൻ, ദെൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ഓറിയന്റേഷൻ അപ്രോച്ചസ് ഇൻ ക്രിമിനൽ ജസ്റ്റിസ്, മെന്റൽ ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷൻസ് അണ്ടർ ദി മെന്റൽ ഹെൽത്ത് കെയർ ആക്ട്. ഓക്കെ, ഇതൊക്കെ ബിഹേവിയർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഇതിനെയൊക്കെ നോക്കുന്നതാണ്. അതിനാണ് തെറാപ്റ്റിക്കൽ ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത്. ദെൻ ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസ്, അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഫെമിനിസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ലോ ഫ്രം എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇഷ്ടംപോലെ പ്രൊവിഷൻസ് ഉണ്ട്. വിമൻസിനും ചിൽഡ്രനും ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കുന്നത്? കൂടുതൽ അഫർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുക്കുന്ന ഇഷ്ടംപോലെ പ്രൊവിഷൻസ് ഉണ്ട്. സോ ഇതിന്റെ ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ മേരി വോൾസ്റ്റോട്ട് ക്രാഫ്റ്റ്, ഐ ഡോണ്ട് നോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു പേരാണ് കേട്ടോ അത്. ദെൻ കാതറിൻ, കാരൽ, മാർത്ത, ഫസ്റ്റ് നെയിം പറയാം, ലാസ്റ്റ് നെയിം ഒന്നും ഓർത്തിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇവരാണ് മെയിൻ എക്സ്പോണൻസ് എന്ന് പറഞ്ഞാല്. ദെൻ ഓക്കെ, ഇവരെല്ലാം പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആർട്ടിക്കിൾ 14, 15 റൈറ്റ് ഇക്വാലിറ്റി ബിഫോർ ലോ. ദെൻ ആർട്ടിക്കിൾ 50 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് സെക്സ്. ദെൻ 15 clause 3 special provisions for women and children. Then Article 16, equality of opportunity in public employment. Then protection of women from domestic violence, sexual harassment of women at workplace prevention, prohibition and redressal act, dowry prohibition act. ഇതൊക്കെ എന്താണ്? ഫെമിനിസം ജൂറിസ്പ്രുഡൻസ് ആണ്. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ, അതായത് വിമന്റെ എൻകറേജ്മെന്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ജൂറിസ്പ്രുഡൻസ്, ഐ മീൻ ലോസ് ആണ്. ഓക്കെ, ദ നോൺ ഹ്യൂമൻ ജൂറിസ്പ്രുഡൻസ് ഇസ് എ മോഡേൺ ബ്രാഞ്ച് ഓഫ് ലീഗൽ തിയറി. ഓക്കെ, ഇറ്റ്സ് ട്രഡീഷണലി ജൂറിസ്പ്രുഡൻസ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ബീങ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താണ്? ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺസിന് കൊടുക്കുന്നുണ്ട്, ലൈക്ക് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വരെ എന്താണ് ഇപ്പോൾ ഇവിടെ ലോ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ അനിമൽ ജൂറിസ്പ്രുഡൻസിലേക്ക് വരുവാണെങ്കിൽ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓഫ് ആനിമൽസ്, പ്രൊട്ടക്ഷൻ ഫ്രം ക്രൂവൽറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ദ റെക്കഗ്നിഷൻ ഓഫ് ആനിമൽസ് ആസ് സെന്റിയന്റ് ബീയിങ്സ്. ദെൻ എൻവയോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ ആൻഡ് എക്കോസിസ്റ്റം, റൈറ്റ് ഓഫ് റിവേഴ്സ്, ഫോറസ്റ്റ്, നാച്ചുറൽ. ഓൾറെഡി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിബേറ്റ് ഓൺ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഇന്റലിജന്റ് മെഷീൻസ്. ദെൻ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ലയബിലിറ്റി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ചർച്ചയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റിയെ പറ്റി. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നമുക്ക് നോക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് 48A കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. 51A clause Gയിൽ പറയുന്നുണ്ട്, ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നാച്ചുറൽ എൻവയോൺമെന്റ് ആൻഡ് ഷോ കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രിയേച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ലെജിസ്ലേഷൻ ആണ്. ദെൻ ക്രുവൽറ്റി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്. ദെൻ വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞത്. സോ ഇതൊക്കെ എന്താണ്? നോൺ ഹ്യൂമൻ ജൂറിസ്പ്രുഡൻസ് ആണ്. ദെൻ വേറൊരു ഒരു ടേം കൂടെ പറയുന്നുണ്ട്, ജൂറി മെട്രിക്സ്. ജൂറി മെട്രിക്സ് കൂടുതൽ സയന്റിഫിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് മെത്തേഡ്സ് ടു സ്റ്റഡി അഡ്മിനിസ്ട്രേഷൻ പ്രാക്ടീസ് ഓഫ് ലോ. അതിനെപ്പറ്റിയാണ് ജൂറി മെട്രിക്സ് പറയുന്നത്. സോ ഇതിലേക്ക് വരുവാണെങ്കിൽ ടുഡേ ജൂറി മെട്രിക്സ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ലീഗൽ ഇൻഫോർമാറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ലോ, ദെൻ ഡേറ്റ അനാലിസിസ്, ഇ ഗവേണൻസ്, ഡിജിറ്റൽ കോഡ്സ്. ഇതൊക്കെ നിങ്ങൾ ഓർത്താൽ മതി, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് കാര്യങ്ങൾ ഓർത്താൽ മതി. ഇപ്പൊ എല്ലാം എന്താണ്?
ഇ ഗവേണൻസ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ്, ഇതൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ജൂറി മെട്രിക്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ജൂറിസ്പ്രുഡൻസ് ജസ്റ്റ് എന്താ പറഞ്ഞ ഒരു ഓവർവ്യൂ എന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ ഓടിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടി കെട്ടി എടുത്ത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഡെഫിനിഷൻസ് വായിക്കുക. ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ജൂറിസ്പ്രുഡൻസിൽ. സ്കൂൾസിനെ പറ്റി പഠിക്കുക. സ്കൂൾസിൽ ആരുണ്ട് ചോദിക്കാം. നാച്ചുറൽ സ്കൂളിൽ എടുത്താൽ അതിന്റെ എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കാം. ഓക്കെ, തിങ്കേഴ്സിനെ പറ്റി ആരൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രോഷസിനെ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നന്നായിട്ട് വായിക്കുക. ജൂറിസ്പ്രുഡൻസ് ആക്ച്വലി ഒരു കഥ പോലെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ വായിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.